ഏഴാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. എ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈസ് ഗിവൺ, ഫിൽ ദ മിസ്സിംഗ് വൺസ്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് മാപ്പ് അല്ലെങ്കിൽ ആശയ ഭൂപടം തന്നിട്ടുണ്ട്. വിട്ടുപോയവ പൂർത്തിയാക്കുക. നോക്കിയോളൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫ്രെയിമിംഗ് പീരിയഡ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് 2 years 11 months 17 days, 2 വർഷം 11 മാസം 17 ദിവസമാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949, 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്. ഇനി ഇതേപോലെ ബാക്കി പോയിന്റ്സ് എഴുതി ചേർത്ത് നമ്മൾ ഈ കൺസെപ്റ്റ് മാപ്പ് അല്ലെങ്കിൽ ആശയ ഭൂപടം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഈ ഫിഗർ നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ഫിഗറാണ്. നോക്കിയോളൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയോ, ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു 1946 ഡിസംബർ 9. കേട്ടല്ലോ. നെക്സ്റ്റ്, ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്റ്റഡ് ചെയർമാൻ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേട്ടോ. ഇനി അടുത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26. അത് നമ്മൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 January 1950. അതായത് നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് വേണമെങ്കിലും പറയാം. ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് അല്ലെങ്കിൽ കെയിം ഇൻ ടു എഫക്റ്റ് എന്നാണ് 26 January 1950. 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വന്നത്. അല്ലേ? ഭരണഘടന നിലവിൽ വന്നത് കൊണ്ടാണ് അന്നേ ദിവസം നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുന്നത്. അതെന്നായിരുന്നു? 1950 January 26. അടുത്തത്, ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അടുത്തതും നമ്മളിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതെല്ലാം പഠിച്ചു വച്ചേക്കണം കേട്ടോ. നോക്കിയോളൂ, ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 അംഗീകരിച്ച് ഒപ്പുവെച്ചു. നിലവിൽ വന്നത് തൊട്ടടുത്ത വർഷം 1950 ജനുവരി 26 കേട്ടോ. അപ്പം അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇത്രയും.